പടക്കളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ രണ്ടാം പടക്കളമാണ് ഇതിപ്പോൾ. ചിറ്റൂർ നിയമസഭാ മണ്ഡലത്തിൽ പടക്കളം ആലത്തൂരിൻ്റെ ലോക്സഭാ രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ചിറ്റൂരിനെയും പടക്കളത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു. അപ്പോൾ നമ്മുടെ ഈ പടക്കളത്തിൽ ഇന്ന് പങ്കുചേരുന്ന മുന്നണി വക്താക്കളെ ആദ്യം പരിചയപ്പെടാം. ശ്രീ കെ ബാബു MLA CPIM LDF, ശ്രീ ഷാജുമോൻ വട്ടേക്കാട് BJP NDA, ശ്രീ സജേഷ് ചന്ദ്രൻ കോൺഗ്രസ് UDF. ആദ്യം ശ്രീ ബാബു MLA യിൽ നിന്ന് ആരംഭിക്കാമെന്ന് വിചാരിക്കുന്നു. തെരഞ്ഞെടുപ്പിലേക്ക് കേരളവും രാജ്യവും കുറെ കൂടി അടുത്തു വരികയാണ്. തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ സജീവമായിരിക്കുന്നു. ഓരോ ദിവസവും നിരവധി വിഷയങ്ങൾ വരുന്നു. അവിടെ ഏറ്റവും അവസാനം നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, പ്രത്യേകിച്ച് ഇടതുപക്ഷം ശക്തമായി കേരളത്തിൻ്റെ പൊതുരാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉന്നയിക്കുന്നൊരു വിഷയം, കൊടി ഒളിപ്പിച്ചു വെച്ച് ഒഴിവാക്കി എങ്ങനെയാണ് UDF, കോൺഗ്രസ്, മുസ്ലിം ലീഗ് BJPയെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. BJPയെ ഭയന്ന് കൊടി മാറ്റിവെക്കുന്ന ഒരു സംവിധാനം, ഒരു രാഷ്ട്രീയ സംവിധാനം എങ്ങനെ പാർലമെൻറ്റിനകത്ത് BJPയെ പ്രതിരോധിക്കുമെന്നൊരു ചോദ്യം നിങ്ങൾ നിരന്തരം ചോദിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ്? ഇന്ത്യ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്ന് മതനിരപേക്ഷതയാണ്. ആ മതനിരപേക്ഷതയുടെ ശരിയായ നിലപാട് സ്വീകരിക്കുന്ന ഇന്ത്യയിലെ ഏക രാഷ്ട്രീയ പാർട്ടിയും കക്ഷിയും അത് ഇടതുപക്ഷം മാത്രമാണ്. അതുകൊണ്ടാണ് കൊടി ഒളിപ്പിക്കേണ്ട ഗതികേടിലേക്ക് കോൺഗ്രസ് മാറിയത്. ഇന്ത്യയിൽ മതനിരപേക്ഷത വെല്ലുവിളി നേരിടുന്ന ഓരോ കാലഘട്ടത്തിലും ഒളിച്ചോടുന്ന പാർട്ടിയായി കോൺഗ്രസ് അധപ്പതിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് CAയും ബന്ധപ്പെട്ടിട്ടുള്ള ദേശീയ പൗരത്വ നിയമ ഭേദഗതി പാർലമെൻറ്റിനകത്ത് ചർച്ച ചെയ്യുമ്പോൾ, വോട്ടിനിടുമ്പോൾ അതിൽ നിന്നും അവർ ഒളിച്ചോടി അത് നാം കണ്ടതാണ്. ഇന്ത്യയിൽ 2852 ക്രിസ്ത്യൻ പള്ളികളാണ് ആക്രമിക്കപ്പെട്ടത്. ഏറ്റവും ഒടുവിലാണ് ഗ്യാൻബാബിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവിടെ ആരാധന നടത്തുന്നതിന് സ്വാതന്ത്ര്യം കൊടുത്തപ്പോഴും എന്ത് നിലപാടാണ് ഈ കോൺഗ്രസ് പാർട്ടിക്കുള്ളത്? ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർലമെൻറ്റ്, ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്ന് അടയാളപ്പെടുത്തുന്ന പാർലമെൻറ്റിനകത്തേക്ക് ജടാധാരികളായ കുറേ സന്യാസിമാരെ കൊണ്ടുവന്ന് ചെങ്കോല് പിടിച്ച് അധികാരത്തിലേക്ക് വന്നപ്പോൾ അന്ന് അവർ മറന്നുപോയ ഒരാളുണ്ട്. ഇന്ത്യയുടെ പ്രഥമ വനിത എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യയുടെ രാഷ്ട്രപതിയെ കൊണ്ടുവന്നില്ല. അവർ എന്താ ആദിവാസി സമൂഹത്തിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ടതുകൊണ്ടാണോ? BJP അല്ലേ അതിന് മറുപടി പറയേണ്ടത്? അതുമാത്രമല്ല, അവർ ഒരു വിധവയാണ് എന്നതുകൊണ്ടാണോ ഇവർ ആ പാർലമെൻറ്റിലേക്ക് കൊണ്ടുവന്ന? അവസാനം കണ്ടില്ലേ, അദ്വാനിയെ കാണാൻ പോയപ്പോൾ പ്രധാനമന്ത്രി ഇരിക്കുന്നു, ഇന്ത്യയുടെ പ്രഥമ വനിത, ലോകം ആരാധിക്കപ്പെടേണ്ട ഇന്ത്യയുടെ പ്രസിഡന്റ് നിന്നിട്ടാണ് നിൽക്കുന്നത്. എവിടെയാണ് ഈ രാജ്യത്തുള്ള മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നത്? പ്രാണപ്രതിഷ്ഠ, ഇല്ലാത്ത പ്രതിമകൾക്ക് പ്രാണം നൽകുന്ന പ്രതിഷ്ഠയായിരുന്നല്ലോ. 3000 കോടി രൂപ ഇന്ത്യയുടെ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചുകൊണ്ടല്ലേ ശ്രീരാമന് ക്ഷേത്രം പണിതത്. ഈ രാജ്യം നേരിടുന്ന ഏറ്റവും പ്രധാന വെല്ലുവിളി മതനിരപേക്ഷതയാണ്, ജനാധിപത്യം. ഇതുപോലെ 5 കഴിഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ നടക്കും എന്നതിന് ആർക്കെങ്കിലും ഒരു വിശ്വാസമുണ്ടോ? അതിനാണ് ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഒരു പക്ഷേ ഇന്ത്യയിൽ വീണ്ടും അധികാരത്തിലേക്ക് BJP വരികയാണെങ്കിൽ ഇത് ജനാധിപത്യ രാജ്യത്തിന്റെ അവസാനത്തെ തെരഞ്ഞെടുപ്പായി മാറും. അതുകൊണ്ടാണ് ജനങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ മതനിരപേക്ഷ ഇടതുപക്ഷ പാർട്ടിക്ക് കൂടുതൽ കരുത്തുണ്ടാവണം എന്ന് ഞങ്ങൾ പറയുന്നത്. സജീഷ്, ഇവിടെ ഈ പറഞ്ഞ പ്രശ്നമുണ്ട്. ഇപ്പോൾ വയനാട്ടിൽ കണ്ടു, കൊല്ലത്ത് കണ്ടു, കോൺഗ്രസിൻ്റെ കൊടി മാറ്റിവെക്കുന്നു, ലീഗിൻ്റെ കൊടി പുറത്ത് കാണിക്കാതിരിക്കുന്നു. ലീഗിൻ്റെ കൊടി പുറത്ത് കാണിക്കാതിരിക്കാൻ വേണ്ടി കോൺഗ്രസും കൊടി ഉപേക്ഷിച്ചുകൊണ്ട്, അത് ഏതുതരം ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്? നമ്മൾ കണ്ടിട്ടില്ലാത്ത വിധമുള്ള രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ മത്സരിക്കുന്നു, NK പ്രേമചന്ദ്രൻ കൊല്ലത്ത് മത്സരിക്കുന്നു. ഇവരുടെയൊക്കെ പരിപാടികളിൽ നിന്ന് മുന്നണി പ്രധാനപ്പെട്ട പാർട്ടികളുടെ കൊടി ഒഴിവാക്കി മുന്നോട്ട് പോകുമ്പോൾ അത് BJPയെ ഭയക്കുന്നു, BJP നടത്തുന്ന പ്രചാരണത്തെ ഭയക്കുന്നു. ആ രാഷ്ട്രീയത്തെ തുറന്ന് വിശദീകരിച്ചും വിമർശിച്ചുമല്ലേ പോകേണ്ടത്? പകരം കൊടി ഒളിപ്പിച്ചു വെക്കുന്ന രാഷ്ട്രീയം എന്താണ്? അങ്ങനെയുള്ള നിങ്ങൾക്ക് ലോക്സഭയിലേക്ക് പോയാൽ എങ്ങനെയാണ് BJP എന്ന രാഷ്ട്രീയ സംവിധാനത്തെ ചെറുക്കാനാവുക? ഭയം നിങ്ങളെ ആകെ പിടികൂടി എന്നല്ലേ അർത്ഥം? കോൺഗ്രസിന് മാത്രമാണ് ഇന്ത്യ രാജ്യത്ത് BJPയെ നേരിടാനുള്ള കരുത്തുള്ളത്. അത് കേരളത്തിലെ MV ഗോവിന്ദനും പിണറായി വിജയനും അത് തിരിച്ചറിയുന്നില്ലെങ്കിലും അങ്ങ് പശ്ചിമ ബംഗാളിലെ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം, അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പർ കൂടിയാണ്, അദ്ദേഹം അത് തിരിച്ചറിയുന്നുണ്ട്. അദ്ദേഹം പ്രചരണം നടത്തുന്നത് അധിർ രഞ്ജൻ ചൗധരി എന്ന വെസ്റ്റ് ബംഗാളിലെ K സുധാകരനൊപ്പമാണ്, വെസ്റ്റ് ബംഗാളിലെ PCC പ്രസിഡന്റിനൊപ്പമാണ്. അതുപോലെ തന്നെ രാജസ്ഥാനിൽ അവരുടെ അംറാം റാം എന്ന് പറയുന്ന സംസ്ഥാന സെക്രട്ടറി,
അദ്ദേഹത്തിന് സിക്കർ മണ്ഡലം കോൺഗ്രസിൻ്റെ അക്കൗണ്ടിൽ നിന്ന് എടുത്ത് കൊടുത്തിരിക്കുകയാണ്. മതനിരപേക്ഷതയെ സംബന്ധിച്ച് രാജസ്ഥാനിലെ സംസ്ഥാന സെക്രട്ടറിക്കും വെസ്റ്റ് ബംഗാളിലെ സംസ്ഥാന സെക്രട്ടറിക്കും വളരെ നല്ല നിലയിലുള്ള ബോധ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ ചിറ്റൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഒരു 10 കിലോമീറ്റർ അങ്ങോട്ട് പോയാൽ ഇപ്പോൾ തമിഴ്നാട് എത്തും. തമിഴ്നാട് പോകുമ്പോൾ അവിടെ ഏറ്റവും അടുത്ത് ദിണ്ടുക്കല്ല്, കോയമ്പത്തൂർ DMK സീറ്റ് എടുത്തതുകൊണ്ട് CPM-ന് ഏറ്റവും അടുത്തിപ്പോൾ മത്സരിക്കുന്നത് ദിണ്ടുക്കല്ലാണ്. അത് കഴിഞ്ഞാണ് മധുര വരുന്നത്. ഈ ദിണ്ടുക്കല്ലും മധുരയിലും ഒക്കെ കഴിഞ്ഞ ആഴ്ച ഞാൻ പോയപ്പോൾ അവിടെ CPM-ന്റെ സ്ഥാനാർത്ഥിക്കൊപ്പം പിണറായി വിജയൻ്റെ ഫോട്ടോ ഇല്ല, യെച്ചൂരിയുടെ ഫോട്ടോ ഇല്ല, കാരാട്ടിൻ്റെ ഫോട്ടോ ഇല്ല, രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ ആണ് അവിടെ ഉള്ളത്. അവർക്ക് തിരിച്ചറിവുണ്ട് കോൺഗ്രസിനെ കൊണ്ട് മാത്രമേ ഇന്ത്യയിൽ മതേതരത്വം സംരക്ഷിക്കാൻ കഴിയൂ എന്നുള്ളത്. ശരദേട്ടൻ ചോദിച്ച മറ്റൊരു ചോദ്യം, എന്തുകൊണ്ട് നിങ്ങൾ കൊടി ഒളിപ്പിച്ചു? അത് നിങ്ങളിത് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ അറിയാത്തത് കൊണ്ടാണ്. രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുക്കാൻ പോയപ്പോൾ കൊടി ഉണ്ടായിരുന്നില്ല, നമ്മൾ കണ്ടതാണ്. UDF-ന്റെ സ്ഥാനാർത്ഥികൾ നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ ആ UDF സ്ഥാനാർത്ഥിയുടെ ചിത്രവും അവരുടെ ചിഹ്നവുമാണ് ഞങ്ങൾ എന്തിക്കൊണ്ടുപോയത്. അത് രമ്യ ഹരിദാസിന് ഇന്നലെ ഞാനൊപ്പം അവിടെ നോമിനേഷൻ കൊടുക്കാൻ ഞാൻ പോയതാണ്. ഞങ്ങൾ രമ്യ ഹരിദാസിനൊപ്പം അതാണ് ചെയ്തത്, VK ശ്രീകണ്ഠനൊപ്പം അതാണ് ചെയ്തത്, NK പ്രേമേന്ദ്രനൊപ്പം അതാണ് ചെയ്തത്. രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോഴും സ്ഥാനാർത്ഥിയുടെ ചിത്രങ്ങളും സ്ഥാനാർത്ഥി ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ അത് കൈപ്പത്തി, അതിന് കടാരയാണെങ്കിൽ കടാര, അല്ല ഏണിയെങ്കിൽ ഏണി, ആ ചിഹ്നങ്ങൾ മാത്രമാണ് ഞങ്ങൾ എന്തുന്നത്. മറിച്ച് നിങ്ങളിപ്പോൾ ഈ ചോദ്യം ഉന്നയിച്ചല്ലോ, ഈ ചോദ്യം ഇന്നലെ അമിത്ഷാ രാമനഗരിയിൽ വെച്ച് ഉന്നയിച്ചു. ഒരേ സ്വരത്തിലാണ് അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എന്തുകൊണ്ട് ലീഗിന്റെ കൊടി അവിടെ കാണുന്നില്ല? എന്തൊരു ആത്മാർത്ഥതയാണ് ലീഗിനോട് എന്തൊരു ആത്മാർത്ഥതയാണ് കാണിക്കുന്നത്. അമിത്ഷാ അവിടെ രാമനഗരിയിൽ, ഇവിടുത്തെ നിയമസഭാ പ്രതിനിധിയുണ്ട് JDS, ആ JDS-ന്റെ നേതാക്കന്മാരെ അപ്പുറത്തും ഇപ്പുറത്തും നിർത്തിയിട്ടാണ് അമിത്ഷാ ചോദിക്കുന്നത് മുസ്ലിം ലീഗിന്റെ കൊടി കാണാനില്ല. അയ്യോ, പണ്ട് പാകിസ്ഥാന്റെ കൊടിയാണെന്ന് പറഞ്ഞ് പ്രചരണം നടത്തിയ ആളുകളാണ്. ഷാജിമോൻ, BJP-യെ സംബന്ധിച്ച് ഈ പറഞ്ഞ രണ്ട് മുന്നണികളും വളരെ ശക്തമായി BJP-യുടെ ഭരണവിരുദ്ധ വികാരത്തെയാണ് കേരളത്തിൽ പ്രതിഫലിപ്പിക്കുന്നത്. ഇതിനിടയിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് കേരളത്തിലെ ജനം വോട്ട് ചെയ്യുക? നിരവധിയായ വിഷയങ്ങൾ ഇവർ ഉന്നയിക്കുന്നു. ഏറ്റവും അധികം ഇപ്പോൾ സജേഷ് എങ്ങനെ പറഞ്ഞാലും ഉത്തരേന്ത്യയിൽ 2019 ഒരു അനുഭവം കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ട്. അതായത് മുസ്ലിം ലീഗ് ഇവിടെ സഹകരിച്ച ഒരു ഘട്ടത്തിൽ ആ പച്ചക്കൊടി തെറ്റായ പ്രചാരണത്തിന് ഉപയോഗിച്ചു. ഇപ്പോൾ സജേഷ് പറഞ്ഞതിനും അപ്പുറം നേതാക്കൾ കുറെ കൂടി അത് തന്ത്രപരമായി എടുത്തൊരു തീരുമാനത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം ചില മതവിദ്വേഷം വളർത്തുന്ന, അപരമത വിദ്വേഷം വളർത്തുന്ന ഒരു സമീപനം BJP സ്വീകരിക്കുന്ന ഒരു പശ്ചാത്തലം ഇതിനകത്തുണ്ടോ? BJP-യെ ആ വിധത്തിൽ കോൺഗ്രസ് ഭയക്കുന്നുണ്ടോ? കൊടിയുടെ വിഷയത്തിൽ അതാണോ? രണ്ട്, കേരളത്തിലെ ജനങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് വോട്ട് ചെയ്യുക? കഴിഞ്ഞ 10 വർഷം മുൻപ് നടന്ന തിരഞ്ഞെടുപ്പുകളിൽ, ആ തിരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ അത് പൂർണ്ണമായി പാലിച്ചുകൊണ്ടാണ് നടപ്പിലാക്കിയ ഒരു ഗവൺമെൻറ്. ആ ഗവൺമെൻറ്റാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പ്രോഗ്രസ് റിപ്പോർട്ടുമായിക്കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളുടെ മുൻപിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവർ ഞങ്ങൾ രണ്ടും കയ്യിൽ നീട്ടി സ്വീകരിച്ചിരിക്കുക. ഇപ്പോൾ നരേന്ദ്രമോദി ഇപ്പോഴും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇറങ്ങിയിട്ടില്ല. പക്ഷേ നമുക്കറിയാം, കഴിഞ്ഞ സർവേകൾ, ഒപ്പീനിയൻ പോളുകളെല്ലാം തന്നെ വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. BJP-യെ സംബന്ധിച്ചിടത്തോളം 400+ എന്ന് പറയുന്ന ആ ലക്ഷ്യത്തിലേക്കാണ് BJP പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധി പറഞ്ഞു, മതനിരപേക്ഷത ഞങ്ങൾ ഉയർത്തിപ്പിടിക്കും, ഞങ്ങൾ വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടം നടത്തും. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്? നിങ്ങൾ എത്ര സീറ്റിലാണ് ഈ രാജ്യത്ത് മത്സരിക്കുന്നത്? നിങ്ങളുടെ ചിഹ്നം നഷ്ടപ്പെടാൻ, നിങ്ങളുടെ ദേശീയ പാർട്ടി എന്നുള്ള പദവി നഷ്ടപ്പെടാൻ പോവുകയാണ്. ആ പദവി നിലനിർത്താൻ വേണ്ടി മത്സരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഈ രാജ്യത്തൊരു സംശയവുമില്ല, BJP മൂന്നാമതും അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ വലിയ മുതലക്കണ്ണിൽ ഒഴുക്കുന്നത് കണ്ടു. ഉത്തരേന്ത്യയിൽ 3000-ഓളം പള്ളികൾ പൊളിച്ചു എന്നുള്ളത്. കേരളത്തിൽ എത്ര ക്രിസ്ത്യാനികൾ LDF-ന്റെ ഭരണത്തിന് കീഴിൽ ആക്രമിക്കപ്പെട്ടു. ഇവിടെ ബിഷപ്പിനെ നികൃഷ്ട ജീവി എന്ന് വിളിച്ചതാരാ? തിരുവനന്തപുരത്ത് ലാത്തിൻ കത്തലിക് ബിഷപ്പിനെതിരെ പോലീസ് ആക്രമണം നടത്തിയപ്പോൾ ഒരു മൗനം പാലിച്ചല്ലോ. ആ ആക്രമിക്കുന്ന സമയത്താണ് നരേന്ദ്രമോദി സർക്കാരിനെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് CPM ശ്രമിക്കുന്നത്. ഞാൻ ചോദ്യം ഇത്രയ്ക്കേ ഉള്ളൂ, ആരാ നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി? കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയും CPM-ന്റെ പ്രധാനമന്ത്രി
മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും ഒരാൾ തന്നെ, സംശയമൊന്നുമില്ല. നിങ്ങളുടെ ഊഴത്തിൽ നിന്ന് ഇവരുടെ അടുത്ത റൗണ്ടിലേക്ക് പോകാം. പരസ്പരം നിങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് മറുപടി വേണ്ടതുണ്ടെങ്കിൽ ആവുകയും ചെയ്യാം. ഇവിടെ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പുരോഹിതരെ ആക്രമിക്കപ്പെടുന്നു എന്നുള്ള രീതിയിലൊക്കെ ആദ്യം പറഞ്ഞിരുന്നു. ഏറ്റവും കൂടുതൽ ലോകരാജ്യങ്ങൾ സന്ദർശിച്ച നമ്മുടെ പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് മണിപ്പൂരിൽ പള്ളികൾ കത്തിയെരിയുമ്പോൾ സ്ത്രീകൾ ആക്രമിക്കപ്പെടുമ്പോൾ അവിടെ സന്ദർശിക്കാത്തത് എന്ന് വളരെ വേദനയോടുകൂടി ചോദിക്കുക. ജനാധിപത്യം നിലനിൽക്കണോ വേണ്ടയോ എന്നുള്ള തെരഞ്ഞെടുപ്പിൽ BJP യെ എതിർക്കാൻ കോൺഗ്രസിനെ സാധിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, കോൺഗ്രസിന് സാധിക്കുമെന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയുമോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് പോലും അതിൽ വിശ്വാസമില്ല. മനു അഭിഷേക് സിംഗ്വി ഹിമാചലിലെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹം സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്, ഇന്നലെ രാത്രിയിൽ എൻ്റെ ഒപ്പം ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്ന കോൺഗ്രസ്സുകാർ രാവിലെ എനിക്ക് വോട്ട് ചെയ്തില്ല. ഇത് നഗ്നമായ ഒരു സത്യമല്ലേ? നിങ്ങൾ നോക്കൂ, BJP പാളയത്തിലേക്ക് നിങ്ങൾ 5 വർഷത്തിനിടയിൽ സംഭാവന ചെയ്ത ആളുകളുടെ എണ്ണം നിങ്ങൾ എടുത്തു നോക്ക്. 80 MP-മാർ കോൺഗ്രസിൻ്റെയാണ്. അതുപോലെ തന്നെ 112 MLA-മാർ പഴയ കോൺഗ്രസ് ഇന്ന് BJP ആണ്. 12 മുൻ മുഖ്യമന്ത്രിമാർ ഇന്ന് BJP-യിലാണ്. ആട് പ്ലാവല കണ്ടാൽ പിന്നാലെ പോകുന്ന പോലെ പണം കാണുമ്പോഴേക്കും അതിന്റെ പിന്നാലെ പോകുന്ന ആളുകളായി കോൺഗ്രസ് മാറുകയാണ്. രാത്രിയിൽ ഗുഡ് നൈറ്റ് പറഞ്ഞു പോകുന്ന കോൺഗ്രസ്സുകാരൻ രാവിലെ ഗുഡ് മോർണിംഗ് പറയുമ്പോൾ BJP ആയിട്ടുണ്ടാവും. എങ്ങനെയാണ് നിങ്ങളെ വിശ്വസിക്കാൻ വേണ്ടി കഴിയുക? ഇവിടെ നിങ്ങൾ പറഞ്ഞു അമറാറാമിനെ കുറിച്ച് പറഞ്ഞു രാജസ്ഥാൻ. ഞങ്ങൾ അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്, BJP അകറ്റി നിർത്താൻ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ ഞങ്ങൾക്കൊരു മടിയില്ല. ആ തെരഞ്ഞെടുപ്പിനകത്ത് നമ്മുടെ വോട്ടുകൾ BJP-ക്കെതിരായി അവരെ വർഗീയ ശക്തികളെ അകറ്റി നിർത്താൻ ഞങ്ങൾക്കൊരു മടിയില്ല എന്ന് പറഞ്ഞ് ആ രാജസ്ഥാനിൽ വോട്ട് ചെയ്ത പാർട്ടിയുടെ പേര് CPIM ആണ്. അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്. അതുകൊണ്ടാണ് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയുന്ന ഒരേ ഒരു പാർട്ടി അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്ന് പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ കോൺഗ്രസിനെ ഒരു കാരണവശാലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു പാർട്ടിയായി ഇത് മാറുകയാണ്. മറ്റൊന്നുകൂടി ഞങ്ങൾ സൂചിപ്പിക്കാനുണ്ട് BJP-യുടെ പ്രതിനിധിയോടാണ്. ഈ തെരഞ്ഞെടുപ്പ് വികസനമാണ് ചർച്ച ചെയ്യേണ്ടത്. നിങ്ങൾ പറഞ്ഞത് വികസനത്തിന്റെ നായകൻ എന്ന് പറഞ്ഞാണ് മോദിയെ നിങ്ങൾ ഉയർത്തിക്കാണിക്കുന്നതെങ്കിൽ മോദി ഗ്യാരണ്ടി, ഒരു ഗ്യാരണ്ടിയും നിങ്ങളുടെ ഇല്ല. പൊള്ളയായ ഒരു ഗ്യാരണ്ടിയായി ഇത് മാറും. ഈ തെരഞ്ഞെടുപ്പിനകത്ത് വികസനമാണ് ചർച്ചയെങ്കിൽ നരേന്ദ്രമോദിയുടെ അവസാനത്തെ ഗവൺമെന്റായി BJP-യുടെ ഗവൺമെന്റ് മാറും. സാധാരണക്കാർക്ക് കിട്ടേണ്ട പെൻഷൻ എല്ലാ സമയവും നിങ്ങൾ പെൻഷൻ കൊടുത്ത് വോട്ട് വാങ്ങുന്ന സർക്കാരാണല്ലോ. ഇപ്രാവശ്യം പെൻഷൻ ശരി. 6 മാസമായിട്ട് പെൻഷൻ ഈ പെൻഷൻ കൊടുത്ത് വോട്ട് വാങ്ങുന്നു എന്ന് പറഞ്ഞില്ലേ? പെൻഷൻ കൊടുത്ത് ഞങ്ങൾ അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്. ഞങ്ങൾ പെൻഷൻ കൊടുത്തിട്ട് തന്നെ വോട്ട് വാങ്ങുന്നത്. സാധാരണക്കാരന്റെ ഒരു ആനുകൂല്യത്തെ, ഒരു സാധാരണക്കാരന് കൊടുക്കുന്ന ഒരു ആനുകൂല്യത്തെ ഇത്ര പുച്ഛമായി കാണുന്ന കോൺഗ്രസ്സുകാര് അവർക്ക് ഇതാണ് മറുപടി പറയുന്നത്. ഞങ്ങൾ പെൻഷൻ കൊടുത്തിട്ട് സാധാരണക്കാർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്. 18 മാസത്തെ പെൻഷൻ കൊടുക്കാത്ത കോൺഗ്രസ്സുകാരൻ ഇവിടെ പറയുകയാണ് ഞങ്ങൾ കൊടുക്കാത്ത പെൻഷൻ ഇതാ വിഷുവിന് ഈ ഭരണം ഇറങ്ങുന്നതിന് കൊടുത്തിരിക്കും പറയുന്നത് പിണറായി വിജയനാണ്. ഞങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കും. കൊടുക്കാതിരുന്നാൽ കാരണവും പറയും. അത് പറയാൻ കോൺഗ്രസ്സുകാരന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ജനം പുറത്താക്കിയത്. പിന്നെ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത് BJP-യുടെ പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്. ഇപ്പൊ പറഞ്ഞു ഭരണത്തിലേറിയാൽ ഞങ്ങൾ ഇവിടെ പല കാര്യങ്ങളും നടപ്പിലാക്കും. ഒരു 10 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇതേ തന്നെയാണ് ഇവരും പറഞ്ഞത്. ഞങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഇതേ BJP-യുടെ മറ്റൊരു പ്രതിനിധി, ദേശീയ നേതാവ് പറഞ്ഞത് ഈ പ്രകടന പത്രികയിലൊന്നും ഒരു കാര്യമില്ല എന്ന് വരെ അവർ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം, നിങ്ങൾ ഈ നാട് വികസിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ, പട്ടിണി സൂചികയിൽ 125 രാജ്യങ്ങളുള്ള 111ാമത്തെ രാജ്യമായി ആരാണെന്ന് സുഹൃത്ത് ചോദിക്കുന്നു. മുരളീധരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. മുരളീധരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഭരണത്തിലേറുമ്പോൾ 50 ഉറുപ്പികയ്ക്ക് പെട്രോൾ തരാമെന്ന് പറഞ്ഞവരവരെ 103 ഉറുപ്പിയാണ് പെട്രോളിന്റെ വില. ക്രൂഡ് ഓയിലിന്റെ വില 82 രൂപയായി ഇടിയുമ്പോ 103 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കുന്ന ആളുകൾ ഞങ്ങൾക്ക് തരാന്ന് പറയുന്നു. അതോടൊപ്പം അവർക്ക് മാത്രം ചിലപ്പോൾ 50 രൂപയ്ക്ക് അടിക്കണ്ടാവും, 50 രൂപയ്ക്ക് അടിക്കണ്ടാവും. മറ്റൊരു ചോദ്യം, തമിഴ്നാട് 9 കിലോമീറ്റർ കടന്നു കഴിഞ്ഞാൽ ഇവിടത്തെക്കാൾ 8 രൂപ കുറവാണ് തമിഴ്നാട്. LDF-ന്റെ മുന്നണിയില് ജനതാദൾ എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ട്.
അവരുടെ ദേശീയ നേതൃത്വം ദേവഗൌഡിയും കുമാരസ്വാമി ഉൾപ്പെടെ BJPയോടൊപ്പം മുന്നണിയിലാണ്. കേരളത്തിൽ എന്തുകൊണ്ട് അവര് ഈ നിലപാട് LDFനോടൊപ്പമാണ് കേരള ഘടകം നിൽക്കുന്നത്? എന്താണ് ഇവിടുത്തെ LDFന്റെ നിലപാട് അവരോട്? അവർക്ക് ചിലപ്പോൾ മന്ത്രിസ്ഥാനം പോകും എന്നുള്ള പേടികൊണ്ട് LDFനൊപ്പം നിൽക്കായിരിക്കും. LDFന്റെ നിലപാട് ജനതാദളിനോട് എന്താണ്? ഒരു മിനിറ്റ് ഒന്നുകൂടെ കോൺഗ്രസിന്റെ പ്രതിനിധിയോട് വർഗീയതയെ കുറിച്ചൊക്കെ പറഞ്ഞു. BJP വർഗീയ പാർട്ടിയാണ്, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പോപ്പുലർ ഫ്രണ്ട്, നിരോധിച്ച സംഘടന പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ ഇന്ന് തിഹാർ ജയിലിൽ ഇരിക്കുകയാണ്. അവരുടെ രാഷ്ട്രീയ പാർട്ടി STPയുടെ നിലപാട് കോൺഗ്രസിന് വോട്ട് നൽകുന്നതാണ്. അതിന് കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്ന് കൂടെ പുറത്തു പറഞ്ഞു. ഒരു വർഗീയ ശക്തിയുടെയും വോട്ട് വേണ്ടെന്ന് KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവ് അസന്നിഗ്ധമായി പറഞ്ഞു. മത്സരിക്കുന്ന സുഹൃത്ത് പറഞ്ഞ പോലെ മത്സരിക്കുന്ന പല സ്ഥാനാർത്ഥികളും അത് പറയുന്നില്ല. ആ സുഹൃത്ത് ചോദിച്ചതുപോലെ മത്സരിക്കുന്ന പല പ്രതിപക്ഷ നേതാവ് ഉത്തരവാദിത്തത്തോടുകൂടി പറഞ്ഞു. മത്സരിക്കുന്ന പക്ഷേ പല സ്ഥാനാർത്ഥികളും ഇതിനുശേഷം ശ്രീ മുരളീധരൻ അടക്കമുള്ളവർ അത് പറയാൻ തയ്യാറായിട്ടില്ല. ബാബു, താങ്കളുടെ ഊഴം ആദ്യം. ഒന്ന്, വാക്കുപാലിക്കുന്ന പാർട്ടിയാണ് BJP. മോദിയുടെ വാക്കും പഴയ ചാക്കിന്റെ വിലയും ഒന്ന്. കള്ളപ്പണം തിരിച്ചു വന്ന് എല്ലാ ആളുകളുടെ അക്കൗണ്ടിലേക്കും 15 ലക്ഷം കൊടുത്തോ? കിട്ടിയോ? നിങ്ങൾക്കാർക്കെങ്കിലും 15 ലക്ഷം രൂപ വീതം കിട്ടിയവരുണ്ടോ? ഒരു ബാരൽ ക്രൂഡ് ഓയിൽ വില $111 ഉണ്ടാകുമ്പോ അന്ന് പെട്രോളിൻ വില 71 രൂപ, ഇന്ന് $83 ഒരു ബാരൽ ക്രൂഡ് ഓയിൽ, ഇന്ന് 105 രൂപ. ഡീസൽ 95 രൂപ. ഏറ്റവും ഒടുവിലാണ് ഈ പാവപ്പെട്ട വാഹന ഉടമസ്ഥന്മാരുടെ ഇത് വർദ്ധിപ്പിച്ചല്ലോ. 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ നിരത്തിലോടാൻ പാടില്ല നിയമം. ആ 15 പറയുന്നത് കേൾക്ക് ആദ്യം. നിങ്ങളുടെ വാഹനത്തിന്റെ അതിൽ മോട്ടോർ ആക്ട് ഭേദഗതി ചെയ്തു. പാർലമെന്റിനകത്ത് അതിനെതിരെ വോട്ട് ചെയ്തത് CPIMന്റെയും DMKയുടെയും MP-മാർ മാത്രം. അന്നുണ്ടായിരുന്ന 400 രൂപ ടാക്സ് 4830 രൂപയാക്കി പാവപ്പെട്ട ഓട്ടോറിക്ഷക്കാരന്റെ വയറ്റത്തടിച്ചവരാണ് BJP. ഇതാണോ നിങ്ങൾ വാക്കുപാലിക്കുന്നത്? മോദിയുടെ ഗ്യാരണ്ടി. അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ ഗ്യാരണ്ടി പറഞ്ഞു, മേക്ക് ഇൻ ഇന്ത്യ. ഒരു വർഷത്തിൽ ഞങ്ങൾ 2 കോടി തൊഴിലവസരങ്ങൾ, വർഷം 10 20 കോടി തൊഴിൽ കൊടുക്കണം. എവിടെയാണ് ഒരു ചെറുപ്പക്കാരന് തൊഴിൽ കൊടുക്കാൻ മോദിയുടെ ഗവൺമെന്റിന് കഴിഞ്ഞത്? ആരോഗ്യ സൂചികയിൽ 111 രാഷ്ട്രങ്ങളിൽ 55, അതുപോലെ തന്നെ ജനാധിപത്യത്തിന്റെ കാര്യത്തിൽ 108 രാജ്യങ്ങളിൽ, ഇവിടെ 27 ലിംഗസമത്വത്തില് 114, പത്രസ്വാതന്ത്ര്യം 161 രാജ്യത്തിൽ 140, പട്ടിണിയുടെ കാര്യത്തിൽ 111 രാജ്യങ്ങളിൽ 99. എവിടെ? ലിബിയയ്ക്കും കെനിയയ്ക്കും എത്യോപ്യയ്ക്കും പുറകിലാ ഈ ഇന്ത്യ മഹാരാജ്യം. ഇതാണോ രാജ്യത്തിന്റെ പുരോഗതി? ഇവിടെ പറഞ്ഞു പെൻഷന്റെ കാര്യം. എന്റെ സുഹൃത്തൊന്ന് മനസ്സിലാക്ക്. ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ എത്ര രൂപയായിരുന്നു പെൻഷൻ? 110 രൂപ. ആ 25 മാസത്തെ ബാക്കിയായിരുന്നു നിങ്ങൾ. പിന്നീട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 1000 വർദ്ധിപ്പിക്കാൻ കടലാസിലെഴുതി. എന്നാൽ കൊടുത്തത് 600. 18 മാസത്തെ ബാക്കി വെച്ചിട്ടാണ് നിങ്ങൾ പോയത്. ഞങ്ങൾ 34 ലക്ഷം പേർക്കാണ് പെൻഷൻ. ഇന്ന് എത്ര അറിയോ? 64 ലക്ഷം പേർക്കാണ് പെൻഷൻ ഈ കേരളത്തിൽ കൊടുക്കുന്നത്. 1600 രൂപ പെൻഷൻ. ഈ 8 വർഷത്തിനിടയിൽ 1,608 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് വിവിധ ഇനങ്ങളിൽ ഈ ഗ്രാൻഡിൻ എയ്ഡായി കടമെടുക്കാനുള്ള അനുവാദത്തിൽ നമ്മുടെ പദ്ധതി വിഹിതത്തിൽ വെട്ടിക്കുറച്ചല്ലോ. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ വർഷത്തിൽ 57,000 രൂപയുടെ വെട്ടിക്കുറവാണുള്ളത്. 18 MP-മാരെ തെരഞ്ഞെടുത്തു. അതിലൊന്നാണല്ലോ ആലത്തൂരിന്റെ MP. എന്തേ അണ്ണാക്കിൽ ഇങ്ങനെ പുണ്ണാക്ക് വെട്ടിയിട്ടിരിക്കുക? ഒരക്ഷരം പറഞ്ഞോ? നിങ്ങൾ ഈ കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തവരല്ലേ? കേരളത്തിന് വേണ്ടി അരി വെട്ടിക്കുറച്ചപ്പോ അക്ഷരം മിണ്ടിയോ നിങ്ങൾ? കേരളത്തിന് വേണ്ടി മണ്ണെണ്ണ വെട്ടിക്കുറച്ചപ്പോ അക്ഷരം മിണ്ടിയോ നിങ്ങൾ? ഈ കഞ്ചിക്കോട് വെമല വിറ്റില് മേഘാ കമ്പനിക്ക് 514 കോടി BJP, 314 കോടി കോൺഗ്രസ്. എന്തേ നിങ്ങൾ അക്ഷരം മിണ്ടിയില്ല? ഇലക്ട്രൽ ബോണ്ട് അതിലേക്ക് വരാൻ ഞാൻ. അതുപോലെ തന്നെ AMC ഒരു യൂണിറ്റ് ഇവിടെ കൊണ്ടുവരണം. 18 MP-മാർ ബാധിച്ചില്ല. അതുപോലെ ഒരു കാര്യം പറയട്ടെ, റെയിൽവേയുടെ വികസനത്തിൽ ഒരക്ഷരം പറയാൻ
18 എംപിമാർ അടുത്ത round, ശ്രീ ബാബു, അടുത്തത്. ശരി, ഇവിടെ സജേഷ് ഇവിടെ ഉയർന്ന ചോദ്യങ്ങളടക്കം. ഇവിടെ BJP-യുടെ പ്രതിനിധി പറഞ്ഞു വാഗ്ദാനങ്ങൾ പാലിക്കുന്നയാളാണ് മോഡി എന്ന്. നരേന്ദ്രമോദി ജീവിതത്തിൽ ആദ്യമായി വാഗ്ദാനം കൊടുത്തത്, ജീവിതത്തിൽ ആദ്യമായി നരേന്ദ്രമോദി വാഗ്ദാനം, അസഹിഷ്ണുത കാണിക്കല്ലേ. ജീവിതത്തിൽ ആദ്യമായി നരേന്ദ്രമോദി വാഗ്ദാനം കൊടുത്ത ആർക്കാന്നറിയോ? അത് ഈ നാട്ടിലെ ജനങ്ങൾക്കല്ല, അത് യശോദാബെൻ എന്ന് പറയുന്ന ഒരു സ്ത്രീക്കാണ്. സുഖത്തിലും ദുഃഖത്തിലും ഞാൻ ഒപ്പമുണ്ടാവുമെന്നുള്ള വാഗ്ദാനം. അങ്ങനെ താലികെട്ടിയ, അഗ്നിസാക്ഷിയായി താലികെട്ടിയ തന്റെ വധുവിനോട്, തന്റെ ഭാര്യയോട് വാഗ്ദാനം പാലിക്കാൻ കഴിയാത്ത നരേന്ദ്രമോദി ജനങ്ങളുടെ എന്ത് വാഗ്ദാനമാണ് പാലിക്കുന്നത്? അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. രാജ്യഭരണവുമായി ബന്ധപ്പെട്ട നോമിനേഷൻ പേപ്പറിൽ പറഞ്ഞാണ്. നോമിനേഷൻ പേപ്പറിൽ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. നോട്ട് പിൻവലിച്ചില്ലെങ്കിൽ, മുഴുവൻ പണവും വന്നില്ലെങ്കിൽ എന്നെ നിങ്ങൾ പച്ചയ്ക്ക് കത്തിച്ചോളൂ എന്ന് നരേന്ദ്രമോദി പറഞ്ഞു. ആ വാഗ്ദാനം നടന്നില്ല. ഇവർ പറയാണ് കർഷകരുടെ കാര്യങ്ങൾ ഞങ്ങൾ പരിഗണിച്ചു എന്ന്. കർഷക സമരം, വർഷങ്ങളോളം കർഷക സമരം നടത്തി. ആ പാവപ്പെട്ട ആളുകൾ തങ്ങളുടെ ഉൽപ്പന്നത്തിന് താങ്ങുവില ആവശ്യപ്പെട്ട് സമരം നടത്തിയപ്പോ അവർക്ക് നേരെ മരണഭാരണ്ട് മുഴക്കിയ ഈ ഭരണാധികാരികളാണ് യുവാക്കൾക്ക് ജോലിക്ക് പകരം ആൾക്കാരാണ്. പ്രിയപ്പെട്ട സാഹചര്യവിടെ പറഞ്ഞു, അയ്യോ മതേതര ഇന്ത്യ ഞങ്ങളാണ് കാക്കാൻ പോകുന്നത്. പ്രിയ സുഹൃത്തെ, നിങ്ങൾക്ക് ഇന്ത്യ മഹാരാജ്യത്ത് എത്ര ശതമാനം വോട്ടുണ്ട്? ഞങ്ങൾക്ക് അദ്ദേഹം ചോദിച്ചത് ഇന്ന് കോൺഗ്രസ് അതിനുള്ള ആരോഗ്യമില്ല എന്നുള്ളതാണ്. നിങ്ങൾ നേരം വെളുക്കുമ്പോ കോൺഗ്രസുകാർ BJP-യിലേക്ക് പോകുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അതാ പോയിന്റ്. അത് അദ്ദേഹത്തിന്റെ വാഗ്ദാനം മാത്രമാണ്. അദ്ദേഹം അതുപോലെ തന്നെ ഹിമാചലിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് പറഞ്ഞു. ഹിമാചലിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് അതേ ദിവസമാണ് കർണാടകയിലും രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ JDS-ന്റെ വോട്ട് വാങ്ങിക്കൊണ്ട് അവിടെ കോൺഗ്രസിന്റെ പ്രതിനിധികൾ ജയിച്ചു പോയി. നിങ്ങളുടെ സഖ്യകക്ഷിയുടെ വോട്ടാണ് വാങ്ങിയത്. നിങ്ങളത് ഓർക്കണം. ബംഗാളിൽ CPM-ന്റെ ആദ്യമായി ഒരു ജനപ്രതിനിധി BJP-യിലേക്ക് പോകുന്നത് ധനമന്ത്രിയായിരുന്ന വിശ്വനാഥ മേനോനാണ്. അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി നിങ്ങളുടെ പ്രതിനിധിയായിരുന്നു. നിങ്ങൾ ഓർക്കണം. അവന്റെ കാലിലെ മന്ത് മാറ്റിയിട്ട് മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞാൽ മതി. JDS ഇവിടെ മന്ത്രിമാരാണ്, അവരുടെ ദേശീയ നേതൃത്വം അപ്പുറത്താണ്, BJP-ക്കൊപ്പമാണ്. JDS-ന്റെ നേതാക്കന്മാർ നിഷേധിക്കുക മാത്രമല്ല, അത്തരത്തിൽ പോസ്റ്റർ പ്രകടിപ്പിച്ചവർക്കെതിരെ ഒരൊറ്റ ഒരു കാര്യമുള്ളൂ. കോടതിയിൽ കയറാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. കോടതിയിലേക്ക് കൊടുക്കാൻ പോവുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇന്ത്യ നേരിടുന്ന വെല്ലുവിളിക്കെതിരെ ഈ കേരളത്തിലെ എല്ലാ കക്ഷികളും ഒരുപോലെ തന്നെ നിൽക്കുന്നു. ഒരു കാര്യം, കോൺഗ്രസിന്റെ ശക്തി ചോർച്ച യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് അപകടമാണ് എന്ന് ധരിക്കുന്നവർ തന്നെയാണ് ആര്? ഈ LDF. അതിനൊന്നും തർക്കിക്കണ്ട. പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള ശക്തിയില്ല. UP-യിൽ 2% വോട്ടും 2 സീറ്റാണ്. MLA ഞാൻ പറയുന്നത് അത് തന്നെ ചോദിച്ചതിന് മറുപടി. അവിടെ ഇല്ല, അവിടെ ഒരു സഖ്യവും ഇല്ല. ആ സഖ്യത്തിൽ നിന്നും കേരളത്തിലെ JDS അതിൽ നിന്നും വിട്ടുനിന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാൻ ഈ രാഷ്ട്രീയ ചർച്ചയുടെ ഭാഗമായിട്ടല്ല, അന്ന് ഈ വിഷയം ഉയർന്ന ഘട്ടത്തിൽ ഇവിടെ മാത്യു ടി തോമസ് അടക്കമുള്ള ഇവിടുത്തെ സംസ്ഥാന നേതാക്കൾ വാർത്താ സമ്മേളനം വിളിച്ച് ദേശീയ നേതൃത്വത്തെ തള്ളിപ്പറയുകയും അവരാണ് യഥാർത്ഥ JDS എന്ന് പറഞ്ഞുകൊണ്ട് ആ ദേശീയ നേതൃത്വത്തോട് ഭിന്നമായ നിലപാട് സ്വീകരിച്ച് സംസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് വാർത്തയുണ്ടായിരുന്നു. ഞാൻ ആ ഫാക്ട് മാത്രം വെക്കുന്നു. ഷാജു മോഹൻ, കേരളത്തിലെ ഗുസ്തി ഡൽഹിയിൽ പോയാൽ ദോസ്തി, കേരളത്തിലെ ഗുസ്തി ഡൽഹിയിൽ ദോസ്തി. ഒന്ന്. രണ്ടാമത് പെട്രോളിന് വില നിങ്ങളത് കേൾക്കണം. ഡൽഹി 94, UP 95, ഗുജറാത്ത് 94, മാഹി 91. എന്തിനാ അസഹിഷ്ണുത കാണിക്കുന്നത്? പറയട്ടെ ഷാജു, അതൊന്നും വളരെ കുറവല്ല. കൂടിയ വിലയാണ്. 107 1 ലിറ്റർ പെട്രോളിനാണ്. 2 രൂപ നിങ്ങൾ സെസ് മേടിക്കുന്നില്ലേ? കെ സുരേന്ദ്രൻ 2016-ൽ പറഞ്ഞ ഒരു വലിയ വാഗ്ദാനമുണ്ട്. ഒരു ചാനൽ ചർച്ചയിലാണ് പറഞ്ഞത്. ഹലോ, ഞാൻ പറയട്ടെ.
50 രൂപയ്ക്ക് പെട്രോൾ എവിടെയെന്നാണ് വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. BJP പറഞ്ഞിട്ടില്ല. അല്ല, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രന്റെ വാക്കുകളാണ് അവർ ഓർമ്മിപ്പിക്കുന്നത്. മോദി സർക്കാർ 2 ടേമായി 10 വർഷം ഭരിച്ചു. 2016 സർക്കാർ വരുന്ന കാലത്താണ് കെ സുരേന്ദ്രൻ, ഇന്ന് അദ്ദേഹം BJP സംസ്ഥാന അധ്യക്ഷനാണ്, അദ്ദേഹം പറഞ്ഞു ദാ നിങ്ങൾ നോക്കിക്കോ, ദാ 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടാൻ പോകുന്നു. അതിന് തൊട്ടു മുമ്പ് കാളവണ്ടി പുറത്ത് നിൽക്കുന്ന ശ്രീ വി മുരളീധരൻ ഈ പിന്നീട് നമ്മൾ കേന്ദ്രമന്ത്രിയെ കണ്ടു. പക്ഷേ പെട്രോൾ മാത്രം 50 രൂപയ്ക്ക് നാട്ടിലേക്ക് വന്നില്ല. എന്റെ പൊന്ന് സാറേ, അതൊരു അവസാനത്തെ അടവായിട്ട് പോലും ആളുകൾ എടുക്കില്ല, അത് മോശമാണ്. ശരി, ചോദ്യം വേഗത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളിലേക്ക് കൂടെ വരാം. സമയം വേഗം ചോദിക്കേ. എന്തായാലും കാണാൻ പറ്റും, നമുക്ക് കാണാൻ സാധിക്കും. സഹകരണ ബാങ്കിൽ കൊള്ളയടിച്ച് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് എന്തിനാ ഇടിയാ പറയുന്നത്? കേന്ദ്ര ഗവൺമെന്റിന്റെ നീതി ആയോഗിന്റെ വികസന ഇൻഡെക്സുകളിൽ കേന്ദ്ര ഗവൺമെന്റ് മോഡി ഗവൺമെന്റ് വന്ന പിന്നെയാണ് നീതി ആയോഗിനെ കൊണ്ടുവന്നത്. അതിന്റെ എല്ലാ വികസന ഇൻഡെക്സുകളിലും ആദ്യ സംസ്ഥാനമായിട്ട് 2016 മുതൽ 24 വരെ കേരളമുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ കേരളം വികസിച്ചിട്ടില്ല എന്ന് പറയുന്നത്? 2016 മുതൽ 24 വരെ നീതി ആയോഗിന്റെ എല്ലാ രണ്ട് നിങ്ങൾ EDയെ പറയുന്നു. അഹമ്മദാബാദ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ തട്ടിപ്പ് നടന്നിട്ട് എത്ര ആളുകളെ നിങ്ങൾ അവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്? ഗുജറാത്ത് വലിയ കോപ്പറേറ്റീവ് ഉണ്ട്. നിങ്ങൾക്കെതിരെ ഇപ്പൊ സ്വർണ്ണക്കള്ളക്കടത്തിന് നടത്തിയ അന്വേഷണം എന്തായി? ഈ ED കൊണ്ടുവന്ന് കേരളത്തിന്റെ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന തരത്തിലാണ് പോകുന്നത്. അതുകൊണ്ട് ED നിങ്ങളുടെ കൂടെ കൂടിയാൽ ശത്രു ഇതാവും. നിങ്ങൾ എത്രയോ ആളുകൾ ഇപ്പോ മഹാരാഷ്ട്രയിലെ ഒരു രാഷ്ട്രീയ നേതാവ് പ്രഫുൽ പട്ടേല് ED കുറ്റവിമുക്തനായി മാറി. എങ്ങനെ? BJPയിലേക്ക് ചേർന്നതോടുകൂടി. ED BJP ബന്ധത്തെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കോൺഗ്രസ്സുകാരാ. അന്തർനാടകം കളിച്ചുകൊണ്ട് ഈ രണ്ടുപേരും ചേട്ടൻ ഭാവിയും അനിയൻ ഭാവിയും. ചേട്ടൻ എന്തെല്ലാം ചെയ്യുന്നു? നരേന്ദ്രമോദി അതായത് BJP 10 വർഷം മുമ്പ് അന്ന് അദാനിക്കുള്ള പൈസ എത്രയായിരുന്നറിയോ? 1010 കോടി രൂപ ഉണ്ടായിരുന്നു. ഇന്ന് അദാനിക്ക് 4 ലക്ഷം കോടി രൂപ. അതാണ് വികസിച്ചത്, മോഡിന്റെ വികസനം. ചേട്ടാ, ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഇലക്ട്രൽ ബോണ്ടിൽ കോൺഗ്രസിന് എത്ര കിട്ടി? കോൺഗ്രസിന് ഞങ്ങളത് നിയമപ്രകാരം വെച്ചതാണ്. ആണോ? അപ്പൊ അങ്ങനെ മോദി മേടിച്ച നിയമപ്രകാരമല്ലേ? ഇല്ല, അതായത് 368 ദിവസം അതിൽ 636 രാജ്യങ്ങൾ ചുറ്റി അവിടെയുള്ള ബിസിനസിന് മുഴുവൻ അദ്ദേഹം അദാനിക്ക് കൊടുത്തു. അതിന്റെ കമ്മീഷനാണ് 1114 കോടി രൂപ. ഇതന്നെ BJP പറഞ്ഞ പോരെ? അപ്പൊ BJP പറഞ്ഞ ചേട്ടൻ അംഗീകരിക്കില്ല. അതെങ്ങനെയാണ് ചെയ്തത്? അതെങ്ങനെയാ ശരിയായത്? നിങ്ങൾ രണ്ടുപേരും പോരെ. അടുത്ത ആള്. ഇവിടെ മോദിയുടെ ഗ്യാരണ്ടി എന്താണെന്നറിയാം? കോടി തരൂ, ED വരില്ല, മോദി ഗ്യാരണ്ടി. ഇതാണ് മോദിയുടേത്. പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി, കോൺഗ്രസുകാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രശ്നം അഹങ്കാരമാണ്. 404 എന്നുള്ള സീറ്റിൽ നിന്ന് 44 സീറ്റിലേക്ക് ചുരുക്കിയ കോൺഗ്രസിന്റെ അവസ്ഥ. എല്ലാ സംസ്ഥാനങ്ങളും ഭരിച്ച കോൺഗ്രസ് പാർട്ടി ഇപ്പോ ഞങ്ങളെ നോക്കിയിട്ട് പറയണ്ട ഉള്ള രീതിയിൽ. അതുകൊണ്ടാണ് ഈ തുടർഭരണം ഇവിടെ വന്നത്. BJPയുടെ പ്രതിനിധിയോട് ചോദിക്കാനുള്ളത്, എന്ത് മുഖവും വെച്ചിട്ടാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഈ ജനങ്ങളെ കാണാൻ വേണ്ടി പോവുക? 2014 വരെ കണ്ടുപിടിച്ചതിന് ശേഷം 10 വർഷം 2014 വരെ ഗ്യാസ് കണ്ടുപിടിച്ചതിന് ശേഷം ഗ്യാസിന്റെ വില 400 രൂപ. 10 വർഷത്തിനിടയിൽ ഗ്യാസിന്റെ വില 1000 രൂപ. എന്ത് മുഖം വെച്ചിട്ടാണ് പോകുന്നത്? ഗുജറാത്തിലെ ആളുകൾ ടോയ്ലറ്റിൽ പോകുന്നത് ട്രെയിനിന്റെ സമയം നോക്കിയാണ്. ഗുജറാത്തിലെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ വ്യവസായികമായിട്ട് വളരെയേറെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് AP അബ്ദുള്ളക്കുട്ടി പുറത്താക്കാൻ നിങ്ങൾ സാധിച്ചത്. AP അബ്ദുൾ കുട്ടി മൂപ്പര് പറയും, AP അബ്ദുള്ളക്കുട്ടി
SFI, DYFI, CPM. അബ്ദുള്ളക്കുട്ടി പോയപ്പോ കോൺഗ്രസിലോ മറ്റോ ആയിരുന്നു. ഞാൻ പറയട്ടെ, ഇവർ എന്തുകൊണ്ട് അത് AP അബ്ദുള്ളക്കുട്ടി ഞാൻ പത്രത്തിൽ വായിച്ച എങ്ങനെയാ? അതിനു മുമ്പ് ഓൻ ഈ പറഞ്ഞ പോലെ SFI ആയിരുന്നു. ഞാൻ പറയാം അല്ലേ, എന്തുകൊണ്ടാണ് അവിടെ ഗുജറാത്തിലെ വികസനം കണ്ടുകൊണ്ട് അയാളൊരു അഭിപ്രായം ഞാൻ പറഞ്ഞു മറുപടി. നിങ്ങളുടെ ഏത് ചോദ്യത്തിനും ഞാൻ അതെ പെൻഷൻ വാങ്ങിക്കുന്നുണ്ടോ അത് അല്ല ഞാൻ പറയാം. പെൻഷൻ വാങ്ങിക്കുന്നു പറയുന്ന കാര്യം പറഞ്ഞല്ലോ. അബ്ദുള്ളക്കുട്ടി പറഞ്ഞു ഗുജറാത്ത് പെൻഷൻ വാങ്ങുന്നുണ്ട്. അടങ്ങ് മതി. അത് ഔദാര്യമല്ല. മണിപ്പൂർ വിഷയമാക്കി അടുത്തത് അവിടെ എന്നിട്ട് ഇവരിലേക്ക് പറയാം. ഞങ്ങൾ ചോദിക്കാനുള്ളത്, നമ്മളെ ഈ ആളിയാർ കരാറ് നിങ്ങൾ വന്ന ശേഷം അധികാരത്തിൽ വന്ന ഉടനെ അത് നടപ്പിലാക്കുമെന്ന്, കൃത്യമായി വെള്ളം ലഭിക്കുമെന്നും ഒക്കെ പറഞ്ഞാണ്. ഇപ്പോൾ നമ്മൾ ചിറ്റൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വെള്ളത്തിന് ഉള്ള ഒരു സ്ഥലമാണെങ്കിലും ഇപ്പോൾ വെള്ളം കിട്ടാതെ തിക്കുമുട്ടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അത് എന്തുകൊണ്ട് കുടിവെള്ളം ബുദ്ധിമുട്ടില്ലാന്ന ഇവര് പറയുന്നത്. വെള്ളത്തിന്റെ പ്രതിസന്ധിയെ കുറിച്ച് താങ്കൾക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് BJPയുടെ പ്രതിനിധികളോട് ചോദിക്കാനുള്ളത്, 2014 കത്തിച്ചിട്ട് പാവം കർഷകരെ കണ്ണീർ പാടാവുമ്പോ അവർക്ക് ഒരു ഉണക്കമില്ല, ഒന്നുമില്ല. കേട്ടു. ഇനി MLA പറയട്ടെ. MLA പറയും. 2014 4 പഞ്ചായത്തിൽ വെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന സ്ത്രീ അതല്ലേ അദ്ദേഹം പറഞ്ഞു. ഈ ചിറ്റൂര് ടാങ്കർ ലോറിയിൽ വെള്ളം കൊണ്ടുവന്ന ഒരു കാലമുണ്ട്. അതിപ്പില്ല ജനങ്ങൾക്ക്. ടാങ്കർ ലോറിയിൽ വെള്ളം കൊണ്ടുവന്നത് കോൺഗ്രസ് മോഡി അധികാരത്തിൽ വരുമ്പോ ഒരു ഡോളറിന്റെ വില 60 രൂപയായിരുന്നു. 60 രൂപ. ലക്ഷക്കണക്കിന് പ്രവാസികൾ നമ്മൾ അമേരിക്കയിലുണ്ട്. ചർച്ച ഇവിടെയാണ്. BJPയുടെ ലൈനിൽ സംസാരിക്കല്ലേ. ചർച്ച ഇവിടെയാണ്. 2014 60 രൂപയായിരുന്നു ഒരു ഡോളറിന്റെ വില. ഇപ്പൊ 83 രൂപ ഇന്നത്തെ വില. മോഡി എന്ന് പറഞ്ഞത് 40 രൂപയാക്കുന്നതാണ്. അപ്പൊ എന്ത് വികസനത്തിന്റെ ഭാഗമാണ് 82? ചോദ്യമുള്ളൂ. ഇവിടെ നേരത്തെ ചോദിച്ചു EDയെ കുറിച്ച് വളരെ വാചാലനായി ആളുകൾ. എനിക്ക് 2-3 ചോദ്യങ്ങൾ വെറുതെ പറയണം. ലാലു പ്രസാദ് യാദവിനെ ED അറസ്റ്റ് ചെയ്തു. അന്ന് നരേന്ദ്രമോദി ആയിരുന്നോ പ്രധാനമന്ത്രി? ആയിരുന്നോ? അല്ല. ഷിബു സോറനെ ED അറസ്റ്റ് ചെയ്തു. നരേന്ദ്രമോദി ആയിരുന്നോ പ്രധാനമന്ത്രി? ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഗഫൂറിനെ മാറ്റി. നരേന്ദ്രമോദി ആയിരുന്നോ പ്രധാനമന്ത്രി? ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളതിനെ ആശങ്കപ്പെടുന്നത്. അവര് പലതും ഓർത്തു പോകുന്നതാണ് ഈ പ്രശ്നം. അന്വേഷണ ഏജൻസി എന്നുള്ളത് അവരെ ഷാജു എന്താ പ്രശ്നം? ഈ കാലത്തെ പരിപാടികൾ ഓർത്തത് കൊണ്ടാണ് താങ്കൾ ഈ അന്വേഷണ ഏജൻസി സ്വതന്ത്രമായി അന്വേഷണ ഏജൻസി എന്ന് അംബേദ്കർ ആശയമായി. ഈ കാലത്ത് അങ്ങനെയാണ്. അത് പ്രകാരം തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ശരി. പിന്നെ മറ്റൊന്ന്, ഒരു സുഹൃത്ത് ഇവിടെ ചോദിച്ചു, ഇവിടെ യഥാർത്ഥത്തിൽ ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ഒരു മിനിറ്റ് സുഹൃത്തെ, ഇവിടെ ആളിയാർ കരാറിനെ കുറിച്ചിട്ട് ഞാൻ ചോദ്യം, 10 തവണ LDF MP ആയി, 5 തവണ UDF MP ആയി, 10 കൊല്ലം ഒരു പാർട്ട് ടൈം MP ആയിരുന്നു, 5 കൊല്ലം പാട്ടും പാടുന്ന MP ആയിരുന്നു. ഒരു ഗുണം ഈ ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ കിട്ടിയിട്ടില്ല. പിന്നെ ഒരു സുഹൃത്ത് ചോദിച്ചു കേരളം നമ്പർ 1 ആണെന്ന്. നീതി ആയോഗിന്റെ കണക്കാണ്. അത് വെറും പ്രസംഗമല്ല, കണക്കുകളാണ്. 2 കൂട്ടരും മാറി ഭരിച്ചിട്ട് ഈ കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കല്ലേ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ എന്ത് വികസനം നിരന്തരം പറഞ്ഞു ഷാജു? പ്രശ്നം സത്യത്തിൽ ഇത് ഇങ്ങനെ പറഞ്ഞ് നിരന്തരം BJP അല്ലേ വിഡ്ഢിയാവുന്നത്? കേരളത്തിൽ നിങ്ങൾ ഇത് എത്ര വർഷമായി പറയുന്നു? കേരളം അത് ഏറ്റെടുക്കുന്നുണ്ടോ? നീതി ആയോഗിന്റെ കണക്ക് എന്ന് പറയുന്നത് ദേശീയ കണക്കാണ്. ഇവിടെ കേരളം നമ്പർ 1 ആണെന്ന് പറഞ്ഞു. ഒരു സംശയമില്ല. എംപിന്റെ കാര്യത്തിലാന്ന് ഓർക്കണം. കർഷക ആത്മഹത്യ നമ്പർ 1, പൊതുവിതരണ മേഖല തകർന്നു നമ്പർ 1. മോദി സർക്കാരിന്റെ നീതി ആയോഗിന്റെ കണക്ക് പ്രകാരം രാജ്യത്തെ റാങ്കിങ്ങിൽ 1ാം സ്ഥാനം കേരളത്തിലാണ്. പെൻഷന്റെ കാര്യം പറഞ്ഞ് വലിയ ഊറ്റം കൊള്ളുന്ന ആൾക്കാര്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളത് കൊടുത്ത് തീർത്തിട്ടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ. കേൾക്ക്, കേരളത്തിൽ 24 ക്ഷേമനിധി ഉണ്ട്. എന്ത് ക്ഷേമമാണ് നിങ്ങൾ പറയുന്നത്? സ്വന്തം വേർപ്പിന്റെ പണം കൊടുത്തതിന് ആനുകൂല്യം കൊടുക്കാൻ എന്ത് കമ്മ്യൂണിസ്റ്റാണ്? വല്ലാത്ത ചോദ്യമാണ്. നിങ്ങൾ എന്ത് കമ്മ്യൂണിസ്റ്റ് ആണ്? നിങ്ങൾ എന്ത് സർക്കാരാണ്? തെരഞ്ഞെടുപ്പ് ലോക്സഭയിലേക്കാണെങ്കിലും UDFന്റെ ഏറ്റവും വലിയ ഉന്നം എന്ന് പറയുന്നത് പിണറായി സർക്കാരാണ്. 957 ഗവൺമെന്റ് വന്ന് 67 വർഷം പിന്നിടുന്ന ഇവിടെ ഇരിക്കുന്ന പല കർഷകർക്കും അവരവരുടെ ഭൂമി എങ്ങനെ കിട്ടി എന്ന് മരിച്ചു പോയിട്ടില്ലെങ്കിൽ അവരുടെയൊക്കെ ആരെങ്കിലും പൂർവ്വന്മാരുണ്ടെങ്കിലും ഒന്ന് അന്വേഷിക്കും.
നിങ്ങൾ ഈ വർത്തമാനം പറയുന്ന രൂപത്തിലേക്ക് പോകുന്ന ഈ കേരളത്തിൽ നിങ്ങൾക്കൊക്കെ എങ്ങനെ പഠിക്കാൻ കഴിഞ്ഞു എന്ന് അന്ന് ആ ജോസഫ് മുണ്ടശ്ശേരി മാഷ് ഇല്ലായിരുന്നെങ്കിൽ പൊതുവിദ്യാഭ്യാസം എവിടെ ആകുമായിരുന്നു എന്നൊന്ന് അന്വേഷിക്കുന്നതും വളരെ വളരെ നല്ലത്. അവൻ കിടക്കുന്ന ഒരു തുണ്ട് ഭൂമിയുടെ കിടപ്പാടം, ആ അവകാശം ഒരുത്തനും ഇനി കയറി കുടിയൊഴിപ്പിക്കില്ലെന്ന നിയമം വന്നതാണ്. ഈ ഇരിക്കുന്നവരിൽ പലർക്കും ഭൂമി കിട്ടി. ഒറ്റ കാര്യം ഞാൻ പറയാം. പിന്നെ ചിറ്റൂരിലെ ആളുകൾ ഇങ്ങനെ എന്താ പറയാ, കണ്ണടച്ചിരുട്ടാക്കരുത് കേട്ടോ. ഒരൊറ്റ കാര്യമുള്ളൂ. മറുപടി കേൾക്കാദ്യം. ചിറ്റൂര് താലൂക്ക് ആശുപത്രിയില്ലേ 100 കോടി രൂപയുടെ വികസനം കൊണ്ട് മലർന്നു കിടന്ന് നോക്കണം. ആ കെട്ടിടത്തിന്റെ വലുപ്പവും വരാൻ പോകുന്ന വികസനവും ചിറ്റൂരുകാർ മറക്കണ്ടത്. 100 കോടി രൂപയുടെ കെട്ടിടവും ഇതും മറക്കണ്ട. മറ്റൊരു കാര്യം, പെൻഷന്റെ കാര്യം വലിയ ഖേദപൂർവമാണ് പറഞ്ഞത്. ഒരു കാര്യം മനസ്സിലാക്കൂ, നിങ്ങൾ 18 മാസത്തെ ബാക്കി വെച്ച പൈസ 3 മാസം കൊണ്ട് കൊടുത്തു തീർത്തത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. ഞങ്ങൾ ബാക്കി വെച്ചിട്ടുള്ള പൈസ ഇപ്പോൾ 2 മാസം, അടുത്ത 3 മാസത്തോടു കൂടെ ഞങ്ങൾ പൂർണ്ണമായും കൊടുത്തു തീർക്കും. അത് അധിക്ഷേപിക്കരുത്. പിന്നെ വർത്തമാനം പറയുന്നുണ്ടല്ലോ ഇഡിയെ വിട്ടിട്ട്. കരുവന്നൂർ പറഞ്ഞു. ഞാൻ ചോദിച്ചോട്ടെ, ഇഡിയെ വിട്ട് വരട്ടുക, ആളുകളെ കൂടെ കൂട്ടുക ഇല്ലേ? നിങ്ങൾ മറക്കണ്ട, നാരായണ റാണെ 300 കോടി കള്ളപ്പണം വെളുപ്പിച്ചതിന് ഇഡിയെ വിട്ട് വരട്ടി. പിറ്റേ ദിവസം മോദിയുടെ വാതിലൊരു മുട്ട്. ഇപ്പൊ BJP. മറ്റൊന്ന് സുവേന്ദി അധികാരി ശാരദാ ചിട്ടുഫണ്ട് കമ്പനിയുടെ വെട്ടിപ്പ്, ആളെ വിട്ട് വരട്ടി ഇപ്പോ BJPക്ക്. ഹിമന്ത് വിശ്വാസ് ശർമ്മ നിങ്ങളും കൊണ്ടുപോയി. എനിക്കൊരു അപേക്ഷയുണ്ട്. നിങ്ങൾ ഈ ലിസ്റ്റ് മുഴുവൻ വായിക്കാൻ എനിക്ക് പരിപാടി അവസാനിപ്പിക്കാൻ പറ്റില്ല. ഒന്ന് ചുരുക്കണം. ഞാൻ പറയാം, ഇഡിയെ വിട്ട് വരട്ടി ആളെ കൂട്ടാൻ പറ്റിയ പാർട്ടി, അത് നിങ്ങൾക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടിയ പണം കൊണ്ട് അതാ അപ്പുറത്ത് നിൽക്കുന്ന കോൺഗ്രസിന്റെ ആളുകളെ കിട്ടും. അതങ്ങ് മനസ്സിൽ വെച്ചിട്ടിരുന്ന ഇന്ത്യയിൽ ആദ്യമായി ബോണ്ട് ബോണ്ട് വഴി 6982 കോടി ആർക്കാണ് കിട്ടിയത്? അല്ല സതീഷ്, ഈ റോബർട്ട് വാദ്രയുടെ കേസിൽ എത്ര കോടിയാണ് വാദ്ര കേസ് രക്ഷപ്പെടാൻ BJPക്ക് കൊടുത്തത്? രാഹുൽ ഗാന്ധിയുടെ തുടർച്ചയായി നടത്തുന്ന വ്യാജ പ്രചരണങ്ങളാണ്. ശരി, SPയുടെ കണക്ക് പ്രകാരം വന്ന സുപ്രീം കോടതിയിലെ കണക്കാ. നിങ്ങൾ പറ, 170 കോടി DLF ഭൂമി തട്ടിപ്പ് കേസ് 2018 കേസ്. കോൺഗ്രസിനെ എന്ത് വില കൊടുത്തും കോൺഗ്രസിനെ കൂട്ടുപിടിച്ചും തോൽപ്പിക്കുമെന്നുള്ള CPM-ന്റെ ആ വാദം ഉണ്ടല്ലോ, അതാണ് നിരന്തരം തികട്ടി വരുന്നത്. ഒരു നിമിഷം. ഞാനൊരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ പറഞ്ഞതാണ്. ഇലക്ട്രൽ ബോണ്ട് കേസിൽ വിധി വന്നു, ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കി. അത് ഒരു തരത്തിലും രാജ്യത്തിന് ഗുണമല്ല എന്ന് പറഞ്ഞു. എന്നിട്ടും SBI കണക്കുകൾ കൊടുക്കാൻ തയ്യാറായില്ല. ഒടുവിൽ കോടതിയലക്ഷ്യ ഹർജി സീതാറാം യെച്ചൂരി കൊടുത്തു. അത് കൊടുത്തപ്പോൾ ചെവിക്ക് പിടിച്ച് SBI കൊണ്ട് കണക്കുകൾ അവതരിപ്പിച്ചു. ജൂൺ മാസം വരെ സമയം ചോദിച്ചു SBI. എന്ന് വെച്ചാൽ എന്താണ്, രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു തീരും. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു പറ്റില്ല, ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. എന്നിട്ട് DY ചന്ദ്രചൂഡ് നിന്ന നിപ്പിൽ അത് ഡീറ്റെയിൽസ് വാങ്ങിപ്പിച്ചു. അതിനകത്താണ് റോബർട്ട് വദ്ര, രാഹുൽ ഗാന്ധിയുടെ അളിയൻ, പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് ഉൾപ്പെട്ട DLF ഭൂമി ഇടപാട് തട്ടിപ്പ് കേസ് സെറ്റിൽ ചെയ്യാൻ കൊടുത്തത് 170 കോടി. ഫാക്റ്റാണ്. നിങ്ങൾക്കതിനെ രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കാം, അതിനെനിക്ക് എതിർപ്പില്ല. 3 പേർക്കും രാഷ്ട്രീയമായി. പക്ഷെ ഞാൻ ഒരു ഫാക്ട് പറഞ്ഞതാണ്. ബോണ്ടിന്റെ കാര്യത്തിൽ ഞങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുകയാണ്. ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായി ബോണ്ട് വാങ്ങിച്ചത് EP ജയരാജനാണ്. ദേശാഭിമാനിക്ക് 2 കോടി ബോണ്ട് വാങ്ങിച്ചത് ഈ സാന്റിയാഗോ മാർട്ടിനോട്, ഈ കള്ളനായ സാന്റിയാഗോ മാർട്ടിന് പച്ചപ്പരവതാനി വിരിച്ചു. സാന്റിയാഗോ മാർട്ടിൻ കോൺഗ്രസിൽ ഈ ഇലക്ഷൻ ബോണ്ടിൽ ഞങ്ങൾക്ക് എന്തിനു പണം സാന്റിയാഗോ മാർട്ടിൻ പണം തന്നോ? ഇലക്ഷൻ ബോണ്ടിൽ തന്നിട്ടില്ല. സജേഷ് സാന്റിയാഗോ മാർട്ടിൻ കോൺഗ്രസിന് ഇലക്ഷൻ ബോണ്ട് തന്നിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹം പറയുന്നില്ല, സാന്റിയാഗോ മാർട്ടിൻ പണം നൽകിയിട്ടില്ല. സാന്റിയാഗോ മാർട്ടിൻ ഈ ഇലക്ട്രൽ ബോണ്ട് വഴി കൊടുത്തത് 1134 കോടി. 1134 കോടി സാന്റിയാഗോ മാർട്ടിൻ. അതിൽ കിട്ടിയത്
കോൺഗ്രസിന് കിട്ടിയത് 84 കോടി സാന്റിയാഗോ മാർട്ടിൻ ഇലക്ട്രൽ ബോണ്ട് വഴി. അല്ലെ നിങ്ങൾ പറ, 1951.65 കോടി കോൺഗ്രസിന് ഇലക്ട്രൽ ബോണ്ട് വഴി പണം ആരിൽ നിന്നാ കിട്ടിയത്? നിങ്ങൾ അന്വേഷിക്കണം. 8,250 അതായത് മാധ്യമപ്രവർത്തകർ, സീനിയർ ജേർണലിസ്റ്റുകളും രാഷ്ട്രീയ അനലിസ്റ്റുകളും പറയുന്നത് അറിയോ? കോൺഗ്രസിന്റെ ഇന്നത്തെ ശേഷിക്കനുസരിച്ച് കോൺഗ്രസിന് കൊടുത്തു, തൃണമൂലിന്റെ ശേഷിക്കനുസരിച്ച് തൃണമൂലിന് കൊടുത്തു, BJP-യുടെ 6,000 കോടി കൊടുത്തു. ഇതാണ് നടന്നത്. എന്തുമാവട്ടെ, വീണ്ടും നമ്മൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരു മറുപടി ഒരേ ഒരു മറുപടിയെ പറ്റൂ. അതെ ഇവിടെ ഇപ്പോ മറ്റേ ആളിയാർ കരാറിനെ കുറിച്ചെല്ലാം പറഞ്ഞു. നിങ്ങൾ കേൾക്കണം. ആളിയാർ കരാർ 60-30 വർഷത്തിലൊരിക്കൽ പുതുക്കേണ്ട കരാർ 2 ടേമുകളായി പുതുക്കിയിട്ടില്ല. പുതുക്കാനുള്ള ഉത്തരവാദിത്വം കോൺഗ്രസിന്റെ ഏട്ടാന്ന് വിളിക്കുന്ന MLA-ക്ക് ഉണ്ടായിരുന്നു. എന്താ നിങ്ങൾ ചെയ്തില്ല? എന്നാൽ ഇപ്പോഴത്തെ വൈദ്യുതി വകുപ്പ് മന്ത്രിയെ മുൻകൈയെടുത്ത് കഴിഞ്ഞ ഇറിഗേഷൻ മിനിസ്റ്റർ എന്ന നിലയിൽ പറയണമെനിക്കത് പറയാതെ പോകാൻ പറ്റില്ല. ഇപ്പോ കഴിഞ്ഞ തമിഴ്നാട് മുഖ്യമന്ത്രി, ഇറിഗേഷൻ മിനിസ്റ്റർ, വൈദ്യുതി വകുപ്പ് മന്ത്രി, സെക്രട്ടറി തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെയും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് കേരളത്തിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന് കരാറ് സംബന്ധിച്ച് ധാരണയെത്തി. ഇപ്പോൾ ഹൈക്കോടതിയിൽ പിന്നെ വാട്ടർ കുടിക്കാൻ വെള്ളമില്ല, ടാങ്കർ ലോറി വഴി വെള്ളത്തിന് അട്ടോട്ടമേടിയോ ഈ സ്ഥലത്താണ് ഇപ്പോ സുഭിക്ഷമായി വെള്ളം കൊടുക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുള്ളത്. അത് മനസ്സിലായി. ശരി. നമ്മൾ ഈ തീവ്രമായ രൂക്ഷമായ ചർച്ച വീണ്ടും നമ്മൾ ആലത്തൂരിലേക്ക് കൊണ്ടുവരുന്നു. അവസാനമായി 3 പേരിലേക്കും. ഇത്തവണ സിറ്റിംഗ് സീറ്റ് ആലത്തൂർ നിങ്ങൾക്കാണെങ്കിലും വലിയ തോതിൽ ബുദ്ധിമുട്ടിലാണ് എന്ന ആക്ഷേപം ശക്തമാണ്. പല സർവേകളിലും ആലത്തൂർ നിങ്ങളെ കൈവിട്ടു പോകും എന്നും പറയുന്നു. സജേഷ്, മറുപടി. കഴിഞ്ഞ സർവേയിൽ ഞങ്ങൾ തോൽക്കുമെന്നായിരുന്നു സർവേയുടെ ഫലം. പക്ഷെ റിസൾട്ട് വന്നപ്പോ 1,58,000 വോട്ടിന് ജയിച്ചു. 1,58,000 വോട്ടിന്. ഇത്തവണ നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട, അതുക്കും മേലെയുള്ള വിജയമായിരിക്കും. ഈ കേരളത്തിലെ CPM അവര് BJP-യുടെ ബി ടീമാണ്. ശരി ഷാജു, നിങ്ങൾക്ക് അങ്ങനെ ഒരു ബി ടീമിനെ തന്നിരിക്കുകയാണ് സജേഷ്. എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ? കേരളത്തിന്റെ നെല്ലറയാണ് പാലക്കാട് ജില്ല. ആ നെല്ലറയായിട്ടുള്ള പാലക്കാട് ജില്ലയിൽ കാർഷിക മേഖല തകർന്നു. കുടിവെള്ളം എത്താത്ത 100 കണക്കിന് ഗ്രാമങ്ങൾ ഇന്നും നമ്മുടെ ആലത്തൂർ മണ്ഡലത്തിലുണ്ട്. വൈദ്യുതി എത്താത്ത റോഡുകൾ നമ്മുടെ മണ്ഡലത്തിലുണ്ട്. ഇതിന് ഒരു പരിഹാരം കാണണമെങ്കിൽ ഒരു സംശയമില്ല, നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിലേക്ക് ഒരു ജനപ്രതിനിധി നിങ്ങളെ അയച്ചാൽ ഒരു സംശയമില്ല, നിങ്ങൾക്ക് ഒരു കേന്ദ്രമന്ത്രിയെ ഗ്യാരണ്ടി തരുന്നു. കേന്ദ്രമന്ത്രിയെ ആലത്തൂരിൽ ബാബുട്ടൻ കുറെ കാലങ്ങളായിട്ട് ഇങ്ങനെ പറയണ്ടല്ലോ, ഇവിടെ ഏത് കൃഷി നശിച്ചില്ല. ഈ അടുത്തുള്ള പൊൽപ്പുള്ളിയിലൊന്ന് പോയി നോക്ക് ബാബുട്ട. മനസ്സിലായിക്കോ? കോൺഗ്രസിന്റെ പ്രതിനിധി ചോദ്യങ്ങളില്ല, അഭിപ്രായം മാത്രം. വേഗം തരിക. കോൺഗ്രസിന്റെ പ്രതിനിധി വളരെ വൈകാരികമായിട്ട് ഒരു കാര്യം പറഞ്ഞു. എന്താണ്? ബിജെപിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഗ്രസിനെ വിമർശിക്കുന്നത് എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. ഒരു ചോദ്യം നിങ്ങളുടെ ദേശീയ നേതാക്കന്മാര് 2 പേര് കേരളത്തിൽ വന്ന് മത്സരിക്കുന്നത്, ദേശീയ നേതാക്കന്മാര് ഏത് BJP-ക്കാരെ തോൽപ്പിക്കാനാണ് കേരളത്തിൽ വന്ന് മത്സരിക്കുന്നത് എന്നൊന്ന് പറയണം. ദേശീയ നേതാക്കന്മാര് എന്തിനാണ് കേരളത്തിൽ വന്ന് മത്സരിക്കുന്നത്? വയനാട്ടിലും ആലപ്പുഴയിലും മത്സരിക്കുമ്പോ ഏത് BJP-യെ തോൽപ്പിക്കുന്നു എന്നാണ് ആ ചോദ്യം. നിങ്ങൾ 2 പേരും പറഞ്ഞു ആലത്തൂർ ഇത്തവണ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാനാകുമോ? അവിടുന്ന് താങ്കളുടെ MLA എന്ന നിലയിൽ എന്തോ ചോദിക്കുന്നു കേട്ടു. ആലത്തൂർ ഇടതുപക്ഷത്തിന് കിട്ടുമോ? വലിയ ആത്മവിശ്വാസം BJP പറഞ്ഞത് BJP ജയിപ്പിച്ച കേന്ദ്രമന്ത്രി എന്നാ. ഞാൻ ഈ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 2ാമതാണ്. അല്ല, രസം എന്താ അറിയോ ഷാജു? രസം എന്താ അറിയോ? 20 ലോക്സഭാ മണ്ഡലങ്ങളിലും BJP-ക്കാരെ ജയിപ്പിച്ചാൽ 20 കേന്ദ്രമന്ത്രിമാർ. ബാബു MLA ആലത്തൂരിൽ നിന്നും വിജയിച്ചാൽ കേന്ദ്രമന്ത്രിയെങ്കിൽ കേരളത്തിൽ നിന്ന് BJP-ക്ക് 20 മന്ത്രിമാരുണ്ടാവോ? അത്രേ ചോദിക്കാനുള്ളൂ. 20 മന്ത്രിമാരുണ്ടാവോ? ചുമ്മാ മറ്റൊരാളെ
ഇവര് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 ഇവർ ജയിച്ചത് 1,58,000 വോട്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ആലത്തൂർ ആലത്തൂർ നിയോജക മണ്ഡലത്തിലെ 7 നിയമസഭയിലും 30,000 വോട്ടുകൾക്ക് പുറത്താണ്. അതിനെ മറികടന്ന് LDF ജയിച്ച്. എന്താ ഇവരുടെ പെർഫോമൻസ് എന്ന് കേൾക്ക്. പെർഫോമൻസ് പറയാം. ഇത് വളരെ മികച്ചത് 2%. ആര്? UDFന്റെ സ്ഥാനാർത്ഥി. മികച്ചത് 6%. ശരാശരി 25. മോശം എന്ന് പറയുന്നത് 35%. വളരെ മോശം 20%. ഒരഭിപ്രായം ഇല്ലാത്തവർ. ഈ കേരളത്തിലെ ആലത്തൂരിന്റെ MP യെ കുറിച്ച് ഞങ്ങൾ ആരുടെ സർവേ ആണെന്നാ ചോദിക്കുന്നത്? 24 ന്യൂസ് സർവേ നിങ്ങളൊന്ന് നോക്ക്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. സർവേ അത് മാത്രമല്ല പാർലമെന്റിന്റെ പെർഫോമൻസ് എടുത്ത് നോക്കണം. ഒരൊറ്റ ചോദ്യം പോലും ചോദിക്കാൻ കഴിവില്ലാത്ത സർവേ അത് മാത്രല്ല പാർലമെന്റിന്റെ പെർഫോമൻസ് എടുത്ത് നോക്കണം. ഒരൊറ്റ ചോദ്യം പോലും ചോദിക്കാൻ കഴിവില്ലാത്ത ഈ ആലത്തൂർ നിയോജക മണ്ഡലം ദേശീയ സംസ്ഥാന രാഷ്ട്രീയ വിഷയങ്ങൾ, ആലത്തൂരിന്റെ രാഷ്ട്രീയം, നിലവിലെ MP, മത്സരിക്കുന്നവരുടെ പ്രതീക്ഷകൾ, ഇതെല്ലാം അടങ്ങുന്ന അതിശക്തമായ പടക്കളമാണ് ഇവിടെ അവസാനിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി.